ഒരു ക്ഷേത്ര ദർശനം എന്നതിനേക്കാൾ കുടുംബവുമൊത്ത് ഒരു ഉല്ലാസയാത്ര പോലെ പോയി വരുവാൻ പറ്റുന്ന സ്ഥലം. മന്ത്ര ഇന്നുള്ളത് ശ്രീ അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. പോകാം ക്ഷേത്രവിശേഷങ്ങളിലേക്ക്. പ്രകൃതിയുടെ സൗന്ദര്യവും ഭക്തിയുടെ നിറവും ഒത്തുചേർന്ന മനോഹരമായ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് പഞ്ചായത്തിലെ കളത്തൂരിലാണ് ഈ അതിസുന്ദര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടവും പൊഴിഞ്ഞു വീഴുന്ന ഇലച്ചാർത്തുകളും ചിരിച്ചു നിൽക്കുന്ന കാട്ടുപൂക്കൾക്കും മുകളിലൂടെ ഒഴുകിയെത്തുന്ന കർപ്പൂരഗന്ധം. ഇവിടുത്തെ ഈ നനുത്ത കാറ്റിനും പാറമുകളിലൂടെ ചിതറിത്തെറിച്ചെത്തുന്ന വെള്ളത്തുള്ളികൾക്കും തെളിനീരൊഴുകുന്ന ഈ അരുവിയിൽ നീന്തിത്തുടിക്കുന്ന പരൽമീനുകൾക്കും പറയുവാനുള്ളത് വളരെയേറെ പഴക്കം ചെന്ന ഐതിഹ്യങ്ങളും കഥകളുമാണ്. ഒരു ആരാധനാലയം എന്നതിലുപരി സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്പോട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ക്ഷേത്രവും ഈ നാടും. അധികം അറിയപ്പെടാണ്ടിരുന്ന ക്ഷേത്രത്തെ വിശ്വാസികളുടെയും സഞ്ചാരികളുടെയും മുന്നിലേക്ക് എത്തിച്ചത് മന്ത്രയെപ്പോലെയുള്ള ബ്ലോഗിംഗ് ചാനലുകൾ തന്നെയാണ്. ഇന്ന് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും സഞ്ചാരികളും വിശ്വാസികളും അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. മന്ത്ര പോയതും നല്ല മഴയുള്ള ഒരു പൊതു അവധി ദിനത്തിലായിരുന്നു. മഴക്കാലത്ത് ക്ഷേത്ര പരിസരം സമ്മാനിക്കുന്നത് മനസ്സിൽ നിന്നും മായാത്ത കാഴ്ചയാണ്. ഈ സമയത്ത് ഇവിടേക്ക് സന്ദർശകരുടെ പ്രവാഹമാണ്. ഒരു വെള്ളി അരിഞ്ഞാണം പോലെ ക്ഷേത്രത്തെ ചുറ്റിയൊഴുകുന്ന അരുവിയും പ്രധാന കവാടത്തിന് മുന്നിലെ മനോഹരമായ വെള്ളച്ചാട്ടവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. ഈ അരുവി മുറിച്ച് കടന്നു വേണം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ. അരുവി കടന്ന് കൽപ്പടവുകൾ കയറി ക്ഷേത്രമുറ്റത്തെ കൽവിളക്കിന് മുന്നിലെത്തിയാൽ നാം അറിയാതെ കൈകൾ കൂപ്പി പാതിയടഞ്ഞ വഴികളുമായി മഹാദേവനെ തൊഴുതിങ്ങനെ നിൽക്കും. മഴ കനക്കുമ്പോൾ ക്ഷേത്രമുറ്റത്തും നാലമ്പലത്തിനുള്ളിലും വെള്ളമെത്താറുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലൂടെ അരുവി ഒഴുകുന്നത് കൊണ്ടാണ് അരുവിക്കൽ എന്ന പേര് ലഭിച്ചതെന്ന് ഐതിഹ്യം. ആദ്യകാലങ്ങളിൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും പൂജയും ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിനടിയിലുള്ള ഗുഹയിലായിരുന്നു. പിൽക്കാലത്താണ് ക്ഷേത്രം ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റി നിർമ്മിച്ചത്. 2015-19 കാലയളവിൽ പുനരുദ്ധാരണവും പുനഃപ്രതിഷ്ഠയും നടക്കുകയുണ്ടായി. അതിപുരാതനങ്ങളായ എല്ലാ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ചരിത്ര സ്മരണകളും ത്രസിപ്പിക്കുന്ന ഓർമ്മകളും ഉണ്ടാകും. അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രവും ഏറ്റുമാനൂർ ശിവക്ഷേത്രവുമായി ഐതിഹ്യകഥകളാൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. പക്ഷേ അവയെ സാധൂകരിക്കുന്ന ചരിത്ര രേഖകൾ ലഭ്യമല്ല. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഊരായ്മക്കാരായ എട്ടുമനക്കാരുടെ ഇടയിൽ ആഭ്യന്തര കലഹം കാരണം വളരെ നാൾ ഏറ്റുമാനൂർ ക്ഷേത്രം പൂജകളൊന്നുമില്ലാതെ അന്യമാവുകയും കാടുകയറി നശിച്ചു കിടക്കുന്ന അവസ്ഥയിലുമായിരുന്നു. ഒരു നാൾ അവിടം സന്ദർശിക്കാനെത്തിയ വില്ലുമംഗലത്ത് സ്വാമിയാരിലൂടെ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും പൂജകൾ വീണ്ടും തുടങ്ങുകയുമുണ്ടായി. നിർമ്മാണ കാലയളവിൽ കളത്തൂരിലെത്തിയ സ്വാമി അരുവിക്കലിൽ ശിവഭഗവാന്റെ സാന്നിധ്യം മനസ്സിലാക്കുകയും അവിടെ ഗുഹാമുഖത്ത് പ്രതിഷ്ഠ നടത്തി പൂജകൾ ആരംഭിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ടിപ്പുവിൻ്റെ പടയോട്ടകാലത്ത് നശിപ്പിക്കപ്പെട്ട ഒട്ടനേകം ക്ഷേത്രങ്ങളിൽ അരുവിക്കൽ ഗുഹാക്ഷേത്രവുമുണ്ടായി. അങ്ങനെ പൂജകളില്ലാതെ അനാഥമായ ക്ഷേത്രത്തെ നാട്ടുകാരായ വിശ്വാസികൾ ഇപ്പോഴത്തെ നിലയിലേക്ക് കാലാന്തരത്തിൽ പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. അരുവിക്കൽ ഗുഹ എന്നാൽ വെറുമൊരു ഗുഹാക്ഷേത്രം മാത്രമായിരുന്നില്ലെന്നും ഗുഹയുടെ അവസാനം കാഞ്ഞിരത്താനം എന്ന സ്ഥലം വരെ നീളുന്ന ഒരു രക്ഷാമാർഗമായിരുന്നു എന്നുമാണ് പഴമക്കാരുടെ വാമൊഴി. ഇരട്ടക്കോവിലിൽ സ്വയംഭൂവായ മഹാദേവന്റെ പ്രധാന പ്രതിഷ്ഠയ്ക്കൊപ്പം സുബ്രഹ്മണ്യസ്വാമിയെയും തുല്യ പ്രാധാന്യത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ധാരയും നെയ്വിളക്കുമാണ് പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിനുള്ളിൽ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. വിവാഹ തടസ്സം മാറാനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കുമായി ഗണപതി സ്വാമിക്ക് തുടർച്ചയായി 7 വെള്ളിയാഴ്ചകളിൽ ഒറ്റയപ്പ നിവേദ്യമെന്ന വഴിപാട് പ്രസിദ്ധമാണ്. പത്നീപുത്ര സമേതനായി ശാസ്താവും സമീപത്തായി നാഗദൈവങ്ങളുമുണ്ട്. വളരെ കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ശാസ്താവിനെ ഇത്തരത്തിൽ കുടുംബസമേതം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. പഞ്ചാമൃതവും പാലഭിഷേകവും ഒറ്റനാരങ്ങാമാലയുമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ നടയിലെ പ്രധാന വഴിപാടുകൾ. ഷഷ്ഠി പ്രദോഷ ദിവസങ്ങൾക്കും ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്.
ശിവരാത്രിയും കർക്കിടക വാവ് ദിവസവുമാണ് ഇവിടെ ഏറ്റവും തിരക്കനുഭവപ്പെടുന്നത്. വാവുദിനത്തിൽ ബലിതർപ്പണത്തിനായും നൂറുകണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ എത്തിപ്പെടുന്നത്. മഴക്കാലത്താണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. മന്ത്രയും മഴക്കാലത്താണ് ഈ ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്. ഈ കാട്ടരുവിയിൽ മുങ്ങിക്കുളിച്ച് അരുവിക്കൽ മഹാദേവനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും തൊഴുതു മടങ്ങുമ്പോൾ മനസ്സിൽ വിശുദ്ധിയുടെ ചന്ദനഗന്ധവും ഭക്തിയുടെ നൈർമല്യവും ഒപ്പം അരുവിയുടെ കുളിർമയും കുരുവികളുടെ നാദവും, ആഹാ, സൗമ്യം, ശാന്തം, സുന്ദരം. എല്ലാ വിശ്വാസികളുടെയും ജീവിതം അരുവിക്കൽ മഹാദേവന്റെ കൃപയാൽ ഐശ്വര്യപൂർണ്ണമാകട്ടെ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.